ഗൾഫ് ഫോക്കസ് വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. ഇത്തവണ നടക്കുന്ന പ്രവാസി ഭാരതീയ ദിവസിൽ പ്രവാസികളുടെ പ്രശ്നങ്ങൾ ചർച്ചയാകുന്നില്ല എന്നും പരാതി. ഗൾഫ് പ്രവാസികൾക്ക് സമ്മേളനത്തിൽ വേണ്ടത്ര പ്രാതിനിധ്യമില്ല എന്നും പരാതിയുണ്ട്. ഈ മാസം 8 ഒഡീഷയിലാണ് പ്രവാസി ഭാരതീയ ദിവസ് ആരംഭിക്കുന്നത്. ഈ മാസം 8, 9, 10 തീയതികളിൽ ഒഡീഷയിലെ ഭുവനേശ്വറിലാണ് 18ാമത് പ്രവാസി ഭാരതീയ ദിവസ് നടക്കുന്നത്. വിക്ഷിത് ഭാരത് 2047 പ്രവാസികളുടെ സംഭാവന എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ സമ്മേളനത്തിൽ പങ്കെടുക്കും. ജനുവരി 8 യൂത്ത് പ്രവാസി ദിവസവും 9 പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയും 10 സമാപന സംഗമവും നടക്കും. സാങ്കേതികം, സാംസ്കാരികം, സുസ്ഥിര വികസനം, സ്ത്രീ ശാക്തീകരണം തുടങ്ങിയ മേഖലകളിൽ പ്രവാസികളുടെ സംഭാവന ചർച്ച ചെയ്യുന്ന സമ്മേളനം പ്രവാസികൾ നേരിടുന്ന ഒരു പ്രശ്നവും ചർച്ച ചെയ്യുന്നില്ലെന്നും ഗൾഫിന് കാര്യമായ പ്രാതിനിധ്യമില്ലെന്നും സമ്മേളന പ്രതിനിധിയും YCC നേതാവുമായ KTA മുനീർ പറഞ്ഞു. ഒരു വിഷയവും പ്രവാസികളുമായി ബന്ധപ്പെട്ട ഒരു വിഷയം, യാത്രാ സംബന്ധമായ വിഷയങ്ങൾ, സ്വദേശിവൽക്കരണത്തിൻ്റെ ഭാഗമായി ജോലി നഷ്ടപ്പെടുന്ന ആളുകൾ, അതേപോലെ തന്നെ തിരിച്ചു വന്ന പ്രവാസികളുടെ പുനരധിവാസം, ഇവിടെ ജോലി ചെയ്യുമ്പോൾ അനുഭവിക്കുന്ന നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ സഹായിക്കൽ, ഇങ്ങനെ ഒട്ടനവധി വിഷയങ്ങളുടെ ഒരു പരമ്പര തന്നെ പ്രവാസികളുടേതായിട്ടുണ്ടായിട്ട് അതിലൊരു കാര്യം പോലും പ്രവാസികളുടെ സമ്മേളനം നടക്കുന്ന ഈ 3 ദിവസങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നുള്ളത് പ്രവാസി സമൂഹത്തോട് കാണിക്കുന്ന, അല്ലെങ്കിൽ സൗദി അറേബ്യ പോലുള്ള മിഡിൽ ഈസ്റ്റിൽ താമസിക്കുന്ന ദശലക്ഷക്കണക്കിന് പ്രവാസികളോട് കാണിക്കുന്ന അനീതിയായി മാത്രമേ ഇതിനെ കാണാൻ സാധിക്കുകയുള്ളൂ. ഏറ്റവും കൂടുതൽ പ്രവാസികൾ നമ്മുടെ ഭാരതത്തിലേക്ക് ഏറ്റവും അധികം വിദേശ നാണ്യം തരുന്ന ഗൾഫ് പ്രവാസികളുടെ പങ്കാളിത്തം ഇല്ല എന്ന് തന്നെ വിശേഷിപ്പിക്കാം, വളരെ കുറവാണ്. പ്രമുഖരായ 25 വിദേശ ഇന്ത്യക്കാർക്കും 2 സന്നദ്ധ സംഘടനകൾക്കുമാണ് ഇത്തവണ പ്രവാസി ഭാരതീയ സമ്മാൻ ലഭിക്കുന്നത്. ജനുവരി 10 നടക്കുന്ന സമാപന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. UAE മലയാളി വ്യവസായി രാമകൃഷ്ണൻ ശിവസ്വാമി അയ്യർ, സൗദിയിലെ ആരോഗ്യ വിദഗ്ധനായ കർണാടകയിൽ നിന്നുള്ള ഡോക്ടർ സയ്യിദ് അൻവർ ഖുർഷിദ് എന്നീ 2 പേർ മാത്രമാണ് ഗൾഫിൽ നിന്നും പട്ടികയിലുള്ളത്. ജലീൽ കണ്ണമംഗലം, 24, ജിദ്ദ. ദുബായ് GDRFA പുതിയ സൈക്ലിംഗ് ടീമിനെ പ്രഖ്യാപിച്ചു. ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമിട്ടാണ് തീരുമാനം. ടീമിന്റെ ലോഗോ അധികൃതർ പുറത്തുവിട്ടു. ചടങ്ങിൽ അറബ് ട്രാക്ക് ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ നേടിയ ടീം അംഗങ്ങളെ ആദരിച്ചു. കെയ്റോയിൽ നടന്ന മത്സരത്തിൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയ UAE ടീമിലെ അംഗങ്ങളെയാണ് താമസ കുടിയേറ്റ വകുപ്പ് മേധാവി ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അഹമ്മദ് അൽ മറി ആദരിച്ചത്. ഉപമേധാവി മേജർ ജനറൽ ഉബൈദ് മുഹേർ ബിൻ സുറൂറിന്റെ സാന്നിധ്യത്തിൽ ഡയറക്ടറേറ്റ് ആസ്ഥാനത്ത് നടന്ന പരിപാടിയിലാണ് ടീം അംഗങ്ങൾക്ക് ആദരവ് നൽകിയത്. 8 അറബ് രാജ്യങ്ങളിൽ നിന്നുള്ള 150 സൈക്ലിസ്റ്റുകൾ പങ്കെടുത്ത അറബ് ട്രാക്ക് ചാമ്പ്യൻഷിപ്പ് 3 ദിവസങ്ങളിലായി കെയ്റോ ഇന്റർനാഷണൽ വെലോഡ്രോമിലാണ് നടന്നത്. വിവിധ വിഭാഗങ്ങളിലായി 26 സൈക്ലിസ്റ്റുകൾ അടങ്ങുന്ന പ്രതിനിധി സംഘത്തോടൊപ്പമാണ് UAE ദേശീയ ടീം ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തത്. അതിനിടെ ദുബായ് റെസിഡൻസിയുടെ പുതിയ സൈക്ലിംഗ് ടീമിന്റെ ലോഗോ പ്രകാശനവും ചടങ്ങിൽ നടന്നു. ദുബായിലെ ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർക്കിടയിൽ ആരോഗ്യവും ശാരീരിക ക്ഷമതയും വർദ്ധിപ്പിക്കുന്നതിനും അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനുള്ള ഡയറക്ടറുടെ തീരുമാനത്തിന്റെ ഭാഗമായാണ് പുതിയ സൈക്ലിംഗ് ടീം രൂപീകരിച്ചതെന്ന് ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അഹമ്മദ് അൽ മറി അഭിപ്രായപ്പെട്ടു. ചടങ്ങിൽ GDRFA വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ അസിസ്റ്റന്റ് ഡയറക്ടർമാരും ജീവനക്കാരും പങ്കെടുത്തു. 24, ദുബായ്. നരേന്ദ്രമോദിയും അമിത്ഷായും മോദി വീർപ്പിച്ച ബലൂണുകൾ മാത്രമാണെന്ന് കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ. വർഗീയ വിഷയത്തിൽ CPIM നേതാവ് A വിജയരാഘവനും അമിത്ഷായും ചേട്ടനും അനിയനുമാണെന്ന് വിമർശനം. UAE ഷാർജയിൽ ഇൻകാസ് സംഘടിപ്പിച്ച പൊതുപരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു സന്ദീപ് വാര്യർ. ഗാലപ്പ് UFC ഫുട്ബോൾ മേളയ്ക്ക് തുക്ബ ക്ലബ് സ്റ്റേഡിയത്തിൽ ആവേശകരമായ സമാപനം. സൗദിയിലെ അൽ കുബാർ യുണൈറ്റഡ് ഫുട്ബോൾ ക്ലബിന്റെ 17ാം വാർഷികത്തിന്റെ ഭാഗമായാണ് മേള സംഘടിപ്പിച്ചത്. വാശിയേറിയ ഫൈനൽ പോരാട്ടത്തിൽ കരുത്തരായ ബദർ FCയെ ടൈബ്രേക്കറിൽ പരാജയപ്പെടുത്തി തല്ല FC കിരീടം സ്വന്തമാക്കി. അൽഖോബാറിലെ പ്രമുഖ ഫുട്ബോൾ ക്ലബ്ബായ യുണൈറ്റഡ് FCയാണ് ക്ലബിന്റെ 17ാം വാർഷികത്തിന്റെ ഭാഗമായി ഗാലപ്പ് UFC ഫുട്ബോൾ മേള ഒരുക്കിയത്. തുക്ബ ക്ലബ്ബ് സ്റ്റേഡിയത്തിൽ കഴിഞ്ഞ 1 മാസക്കാലമായി നടന്ന ആവേശകരമായ മത്സരങ്ങൾക്കൊടുവിൽ വാശിയേറിയ ഫൈനൽ പോരാട്ടത്തിൽ കരുത്തരായ ബദർ FCയെ ടൈബ്രേക്കറിൽ പരാജയപ്പെടുത്തിയാണ് ദല്ല FC ടീം തങ്ങളുടെ പ്രഥമ കിരീടം ചൂടിയത്. ആദ്യ പകുതിയിൽ നിയാസ് നേടിയ സൂപ്പർ ഗോളിൽ ബദർ FC മുന്നിട്ട് നിന്നെങ്കിലും ദല്ല FCക്ക് ലഭിച്ച പെനാൽറ്റി അജ്സൽ ഗോളാക്കി മാറ്റി ദല്ല FC സമനില നേടി. ശേഷം നടന്ന ടൈബ്രേക്കറിൽ ആദ്യ പെനാൽറ്റി കിക്കുകൾ വിഫലമായ ബദർ FCക്ക് ദല്ല FCക്ക് മുന്നിൽ അടിയറവ് പറയേണ്ടി വന്നു. ആയിരക്കണക്കിന് ഫുട്ബോൾ ആരാധകരാണ് കലാശ പോരാട്ടം കാണുവാൻ കുടുംബസമേതം സ്റ്റേഡിയത്തിലേക്ക് എത്തിയത്. ടൂർണമെന്റിലെ മികച്ച കളിക്കാരനായി ദല്ല FCയുടെ അജ്സലിനെ തെരഞ്ഞെടുത്തു.
കോർണിഷ് സോക്കർ ക്ലബിനാണ് ഫെയർ പ്ലേ ട്രോഫി. ഡിഫയുടെ താരമായി അജ്സലിനെ തെരഞ്ഞെടുത്തു. കിഴക്കൻ പ്രവിശ്യ വിദ്യാഭ്യാസ സ്കൗട്ടിംഗ് ആക്ടിവിറ്റി വിഭാഗ മേധാവിയും ദഹ്റാൻ നെയ്ബർഹുഡ് ക്ലബിന്റെ ഡയറക്ടറുമായ ഫൈസൽ അബ്ദുള്ള അൽ ദോസരി മുഖ്യാതിഥിയായിരുന്നു. വിജയികളായ ദല്ല FC-ക്ക് ഹക്കീം തെക്കിൽ ട്രോഫിയും ഡിഫ പ്രസിഡന്റ് ഷമീർ കൊടിയത്തൂർ ക്യാഷ് അവാർഡും സമ്മാനിച്ചു. റണ്ണേഴ്സായ ബദർ FC-ക്ക് മുജീബ് ഈരാറ്റുപേട്ട ട്രോഫിയും ഫവാസ് കാലിക്കറ്റ് പ്രൈസ് മണിയും സമ്മാനിച്ചു. UFC ഭാരവാഹികളായ ഇക്ബാൽ ആനമങ്ങാട്, രാജു കെ ലുക്കാസ്, അസ്ലം കണ്ണൂർ, ആഷി നെല്ലിക്കുന്ന്, ഫൈസൽ എടത്തനാട്ടുകര, ഷരീഫ് മാണൂർ, മുഹമ്മദ് നിഷാദ്, ഫൈസൽ വട്ടാര, ലഷിൻ മണ്ണാർക്കാട്, ഷൈജൽ വാണിയമ്പലം, ഫസൽ കാളിക്കാവ്, റഷീദ് മാറി എന്നിവർ സംഘാടനത്തിന് നേതൃത്വം നൽകി. സുബൈറുദ്ദീനൂർ, 24 ദമാം. ഗൽബിലാണ് കണ്ണൂർ എന്ന പേരിൽ ജിദ്ദയിലെ കണ്ണൂർ പ്രവാസി കൂട്ടായ്മ കുടുംബസംഗമം സംഘടിപ്പിച്ചു. കുട്ടികളുടെയും മുതിർന്നവരുടെയും വിവിധയിനം കലാമത്സരങ്ങളും ഉണ്ടായിരുന്നു. ഗ്രീൻസ് ജിദ്ദ അവതരിപ്പിച്ച മുട്ടിപ്പാട്ട് ആകർഷകമായി. ഇക്ബാൽ തില്ലങ്കേരിയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങ് ഡോക്ടർ അബ്ദുൾ റഷീദ് കണ്ണൂർ ഉദ്ഘാടനം ചെയ്തു. സുബൈർ പെരളശ്ശേരി, ഷറഫുദ്ദീൻ ശ്രീകണ്ഠാപുരം തുടങ്ങിയവർ പങ്കെടുത്തു. ജിദ്ദയിൽ നടന്ന 6ാമത് ആഗോള അറബി ഭാഷാ സമ്മേളനം സമാപിച്ചു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 200ഓളം ഭാഷാ പണ്ഡിതർ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഇന്ത്യയിൽ നിന്നും ഡോക്ടർ ഹുസൈൻ മടവൂർ സമ്മേളനത്തിന്റെ ഭാഗമായി. സൗദി കൺവെൻഷൻസ് ആൻഡ് എക്സിബിഷൻസ് ജനറൽ അതോറിറ്റിയാണ് 3 ദിവസം നീണ്ടുനിന്ന ആഗോള അറബി ഭാഷാ സമ്മേളനം സംഘടിപ്പിച്ചത്. അറബി ഭാഷയും ഡിജിറ്റലൈസേഷന്റെ വെല്ലുവിളികളും എന്ന വിഷയത്തിൽ ജിദ്ദയിലാണ് സമ്മേളനം നടന്നത്. അറബി ഭാഷാ വിദഗ്ധർക്കിടയിലെ ആശയവിനിമയം, നിർമ്മിത ബുദ്ധി ഉപയോഗിച്ചുള്ള ഭാഷാ പരിശീലനം, പ്രചാരണം തുടങ്ങിയ വിഷയങ്ങൾ സമ്മേളനം ചർച്ച ചെയ്തു. അറബിയേതര രാജ്യങ്ങളിലെ അറബി ഭാഷാധ്യാപനം എന്ന ചർച്ചയിൽ പ്രമുഖ പണ്ഡിതൻ ഡോക്ടർ ഹുസൈൻ മടവൂരാണ് അധ്യക്ഷത വഹിച്ചത്. ഇന്ത്യയിൽ നിന്നുള്ള ഏക സമ്മേളന പ്രതിനിധിയാണ് ഹുസൈൻ മടവൂർ. ഇതിലെ പ്രധാന വിഷയം അറബി ഭാഷ ആധുനിക കാലഘട്ടത്തിലെ തൊഴിൽ സാധ്യതകളും വിദ്യാഭ്യാസ സാധ്യതകളും ഒക്കെ ഉപയോഗപ്പെടുത്തി എങ്ങനെ വികസിപ്പിക്കാം, എങ്ങനെ ഉപയോഗിക്കാം, എങ്ങനെ അതിൻ്റെ അധ്യാപനം മെച്ചപ്പെടുത്തണം എന്നതാണ്. ആധുനിക മാധ്യമങ്ങൾ ഉപയോഗിച്ച്, അതുപോലെ തന്നെ AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് എങ്ങനെ അറബി ഭാഷയെ കൂടുതൽ സാർവത്രികമായി ഉപയോഗിക്കാം എന്നതാണ് വിഷയം. പ്രത്യേകിച്ച് അറബി ഭാഷയുടെ സാധ്യതകൾ കൂടി വരികയാണ്. അറബ് ലോകത്തുള്ള ജോലി സാധ്യതകളും കൂടി വരികയാണ്. 17 രാജ്യങ്ങളിൽ നിന്നുള്ള അധ്യാപകർ, ഗവേഷകർ, വിദ്യാർത്ഥികൾ തുടങ്ങി 200ഓളം പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുത്തു. ചർച്ചകളിൽ പങ്കെടുത്തതും പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചതും കൂടുതൽ വനിതകളാണ് എന്നതാണ് സമ്മേളനത്തിന്റെ മറ്റൊരു പ്രത്യേകത. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. ഓസ്ട്രേലിയയിലെ ബ്രിസ്ബണിലെ പ്രവാസി മലയാളി എബി വർഗീസിന്റെ ഇടനാഴിയിൽ ഇത്തിരി നേരം എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. അഭിവന്ദ്യ സക്കറിയാസ് മാർ സേവറിയോസ് മെത്രോപൊലിത്ത ജ്യോതിസാശ്രമ മാനേജർ ഫാദർ ഫിലിപ്പോസ് റംബാന് കൂപ്പി നൽകിയാണ് പുസ്തകം പ്രകാശനം ചെയ്തത്. ഞാലിയാംകുഴി മാർ ബസേലിയോസ് ദേറാപ്പള്ളിയിലായിരുന്നു ചടങ്ങ്. അംബേദ്കർ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് എന്ന തലക്കെട്ടിൽ പ്രവാസി വെൽഫെയർ ദോഹയിൽ ചർച്ചാ സദസ്സ് സംഘടിപ്പിച്ചു. പ്രവാസി വെൽഫെയർ സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രമോഹൻ ഉദ്ഘാടനം ചെയ്തു. റേഡിയോ മലയാളം CEO അൻവർ ഹുസൈൻ, സാമൂഹ്യ പ്രവർത്തകനും അടയാളം ഖത്തർ എക്സിക്യൂട്ടീവ് മെമ്പറുമായ പ്രമോദ് ശങ്കരൻ എന്നിവർ പ്രഭാഷണം നടത്തി. പ്രവാസി വെൽഫെയർ വൈസ് പ്രസിഡന്റ് അനീസ് മാള ചർച്ച നിയന്ത്രിച്ചു. നജീം കൊല്ലം, സൈനുദ്ദീൻ കോഴിക്കോട്, അയ്യൂബ് ഖാൻ പൂന്തുറ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. 26ാമത് ഗൾഫ് കപ്പിൽ വിജയിച്ച ബഹ്റൈൻ ഫുട്ബോൾ ടീമിന് ഊഷ്മള വരവേൽപ്പ് നൽകി രാജ്യം. 2-1 ഒമാനെ പരാജയപ്പെടുത്തി 2ാം തവണയാണ് ബഹ്റൈൻ കപ്പ് നേടിയത്. കുവൈറ്റിൽ നടന്ന 26ാമത് അറേബ്യൻ ഗൾഫ് കപ്പ് ഫൈനൽ മത്സരത്തിൽ ഒമാനെ പരാജയപ്പെടുത്തി കപ്പ് സ്വന്തമാക്കിയ ബഹ്റൈൻ ദേശീയ ഫുട്ബോൾ ടീമിനും രാജ്യത്തിനും അഭിനന്ദന പ്രവാഹം. 2-1 ഒമാനെ പരാജയപ്പെടുത്തി 2ാം തവണയാണ് ബഹ്റൈൻ കപ്പ് സ്വന്തമാക്കുന്നത്. കുവൈറ്റിൽ നിന്ന് തിരിച്ചെത്തിയ ടീമിന് ബഹ്റൈൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ വൻ വരവേൽപ്പാണ് രാജ്യം നൽകിയത്. ബഹ്റൈൻ ഇന്റർനാഷണൽ എയർപോർട്ടിലെ റോയൽ VIP ലോഞ്ചിൽ ഷെയ്ഖ് ഖാലിദ് താരങ്ങളെ സ്വീകരിച്ചു. റിഫയിലെ ബഹ്റൈൻ നാഷണൽ സ്റ്റേഡിയത്തിൽ ബഹ്റൈൻ രാജാവ് ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. മാനുഷിക പ്രവർത്തനത്തിനും യുവജനകാര്യങ്ങൾക്കും വേണ്ടിയുള്ള രാജപ്രതിനിധിയും സുപ്രീം കൗൺസിൽ ഫോർ യൂത്ത് ആൻഡ് സ്പോർട്സ് ചെയർമാൻ ഷെയ്ഖ് നാസർ ബിൻ ഹമദ് അൽ ഖലീഫ, SCYS ഫസ്റ്റ് ഡെപ്യൂട്ടി ചെയർമാനും ജനറൽ സ്പോർട്സ് അതോറിറ്റി ചെയർമാനും ബഹ്റൈൻ ഒളിമ്പിക് കമ്മിറ്റി പ്രസിഡന്റുമായ ഷെയ്ഖ് ഖാലിദ് ബിൻ ഹമദ് അൽ ഖലീഫ എന്നിവരും സ്വീകരണത്തിൽ പങ്കെടുത്തു. ടീമിന്റെ നിശ്ചയദാർഢ്യത്തെ ബഹ്റൈൻ രാജാവ് പ്രശംസിച്ചു. 24 ബഹ്റൈൻ. സൗദി ദമാമിലെ OICC കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ വാർഷികാഘോഷം സംഘടിപ്പിച്ചു.
ഫൈസലിയയിലുള്ള ഹയ്യ ഹാളിൽ നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ നൂറുകണക്കിന് OICC പ്രവർത്തകർ പങ്കെടുത്തു. KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണയായിരുന്നു മുഖ്യാതിഥി. ദമാമിലെ OICC കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ വാർഷിക ആഘോഷമാണ് കൊല്ലപ്പകിട്ട് എന്ന പേരിൽ സംഘടിപ്പിച്ചത്. ഫൈസലിയയിലുള്ള ഹയ്യ ഓഡിറ്റോറിയത്തിൽ നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ നിരവധി OICC പ്രവർത്തകർ പങ്കാളികളായി. KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗവും മുൻ കൊല്ലം DCC പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണയായിരുന്നു മുഖ്യാതിഥി. പ്രവിശ്യയിലെ പ്രമുഖ കലാകാരന്മാർ അവതരിപ്പിച്ച കലാപരിപാടികൾക്ക് ശേഷം നടന്ന സാംസ്കാരിക സമ്മേളനം ജില്ലാ പ്രസിഡന്റ് സുരേഷ് റാവുത്തറിന്റെ അധ്യക്ഷതയിൽ റീജിയണൽ കമ്മിറ്റി പ്രസിഡന്റ് EK സലീം ഉദ്ഘാടനം ചെയ്തു. സൗദി നാഷണൽ കമ്മിറ്റി പ്രസിഡന്റ് ബിജു കല്ലുമല മുഖ്യപ്രഭാഷണം നടത്തി. സദസ്സിനെ ഒന്നടങ്കം ആവേശഭരിതമാക്കിയ പ്രഭാഷണത്തിലൂടെ അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ വർത്തമാനകാല രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിശദമായി വരച്ചുകാട്ടി. കേരളത്തിൽ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തി നാടിനെ സംരക്ഷിക്കുന്നവരാണ് പ്രവാസികളെന്നും OICCയുടെ പ്രവർത്തന രീതികൾ അഭിനന്ദനീയവും മാതൃകാപരവുമാണെന്നും അവർ പറഞ്ഞു. കോൺഗ്രസ് പാർട്ടിക്കായി നിസ്തുല സേവനം ചെയ്യുന്ന OICC പ്രവർത്തകരെ അതാത് പാർട്ടി ഘടകങ്ങളിൽ ഉൾക്കൊള്ളാനുള്ള ശ്രമം നടത്തുമെന്നും അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ സദസ്സിന് ഉറപ്പ് നൽകി. ഗ്ലോബൽ കമ്മിറ്റി പ്രതിനിധി ഹനീഫ റാവത്ത്, റീജിയണൽ കമ്മിറ്റി സംഘടനാ ജനറൽ സെക്രട്ടറി ഷിഹാബ് കായംകുളം, റീജിയണൽ വൈസ് പ്രസിഡന്റ് ഡോക്ടർ സിന്ധു ബിനു, റീജിയണൽ വനിതാവേദി പ്രസിഡന്റ് ലിബി ജെയിംസ്, കൊല്ലം ജില്ലാ വനിതാവേദി പ്രതിനിധി മെർലിൻ ലെനി എന്നിവർ സംസാരിച്ചു. സംഘടനയ്ക്കായി ദീർഘകാല സേവനം നടത്തിയ സലീം ചാത്തന്നൂർ, റഷീദ് പത്തനാപുരം ജില്ലയിൽ നിന്നും ആരോഗ്യ മേഖലയിൽ പ്രശംസനീയമായ സേവനം നടത്തുന്ന ഷൈലജ മജ്റൂഫ്, ബിനു ബിജു കലയപുരം വിദ്യാഭ്യാസ മേഖലയിൽ നിസ്തുല സേവനത്തിന് മെർലിൻ ലെനി വൈദ്യൻ എന്നിവരെ അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ മെമന്റോ നൽകി ആദരിച്ചു. ബുർഹാൻ ലബ്ബ, ഇജാസ്, ബിജു കൊല്ലം, മജ്റൂഫ്, അനസ് ബഷീർ അൻസാരി, അബ്ദുൽ വാഹിദ്, ലെനി തോമസ് വൈദ്യൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. നൌഷാദ് തഴവ, സന റാവുത്തർ എന്നിവരായിരുന്നു പരിപാടിയുടെ അവതാരകർ. കൊല്ലം ജില്ലാ OICC സംഘടനാ ജനറൽ സെക്രട്ടറി ഷിനാസ് സിറാജ് സ്വാഗതവും ട്രഷറർ ഷാനവാസ് ഖാൻ നന്ദിയും പറഞ്ഞു. സുബൈറുദ്ദീനൂർ, 24 ദമാം. UAE മലയാളി നഴ്സുമാരുടെ കൂട്ടായ്മയായ എമിറേറ്റ്സ് മലയാളി നഴ്സസ് ഫാമിലി പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചു. ന്യൂ ഇയർ ബാഷ് എന്ന പേരിൽ ഹത്തയിലാണ് പരിപാടി നടന്നത്. കൂട്ടായ്മ പ്രസിഡന്റ് സിയാദ് K ജമാലുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. EMNF ബാൻഡ് സംഘടിപ്പിച്ച ക്രിസ്മസ് കാരളും മ്യൂസിക് ബാൻഡും പരിപാടിക്ക് മാറ്റുകൂട്ടി. മത്സരങ്ങളിൽ പങ്കെടുത്തവർക്കുള്ള സമ്മാന വിതരണത്തിന് അംഗങ്ങൾ നേതൃത്വം നൽകി. ആഗോള പവർ സിറ്റി ഇൻഡെക്സിൽ തുടർച്ചയായ 2ാം വർഷവും മിഡിൽ ഈസ്റ്റിൽ ദുബായ് 1ാമത്. അടിസ്ഥാന സൗകര്യ വികസനം ഉൾപ്പെടെയുള്ളവയിലെ മികവ് പരിഗണിച്ചാണ് നേട്ടം. ആഗോളതലത്തിൽ ദുബായ്ക്ക് 8ാം സ്ഥാനമാണ് ഉള്ളത്. അടിസ്ഥാന സൗകര്യ വികസനം, സഹകരണവും വളർച്ചയും പ്രോത്സാഹിപ്പിക്കുന്ന ശക്തമായ പൊതു സ്വകാര്യ പങ്കാളിത്തം എന്നിവയിലെ മികവ് ദുബായ് വീണ്ടും നേട്ടത്തിലെത്തിച്ചിരിക്കുകയാണ്. ആഗോള പവർ സിറ്റി ഇൻഡെക്സിന്റെ പുതിയ റിപ്പോർട്ട് പ്രകാരം ആഗോളതലത്തിൽ 8ാം സ്ഥാനവും മിഡിൽ ഈസ്റ്റിലെ 1ാം സ്ഥാനവുമാണ് ദുബായ് കരസ്ഥമാക്കിയത്. നിക്ഷേപ സൗകര്യങ്ങൾ, ആളുകളെ ആകർഷിക്കാനുള്ള കഴിവ് എന്നിവയുൾപ്പെടെ 6 പ്രധാന ഘടകങ്ങളെ വിലയിരുത്തിയാണ് സൂചിക തയ്യാറാക്കുന്നത്. ബിസിനസ്, പ്രതിഭ, നിക്ഷേപം എന്നിവയുടെ ആഗോള കേന്ദ്രമെന്ന നിലയിലുള്ള പദവി ഉറപ്പിച്ചുകൊണ്ട് ആദ്യ 10ൽ ഇടം നേടിയ മിഡിൽ ഈസ്റ്റിലെ ഏക നഗരവും ദുബായാണ്. തുടർച്ചയായ 2ാം വർഷമാണ് ദുബായ് ഈ റാങ്കിംഗ് നിലനിർത്തുന്നത്. ജപ്പാനിലെ മോറി മെമ്മോറിയൽ ഫൗണ്ടേഷനാണ് വർഷം തോറും സൂചിക പുറത്തിറക്കുന്നത്. 24 ദുബായ്. ഖത്തറിലെ ഹമദ് മെഡിക്കൽ കോർപ്പറേഷന് കീഴിൽ നഴ്സായിരുന്ന തൊടുപുഴ സ്വദേശിനി വാച്ചാപ്പിള്ളി സുജാത നാട്ടിൽ അന്തരിച്ചു. 54 വയസ്സായിരുന്നു. ഖത്തറിൽ ബിസിനസ്സുകാരനായ സലീ നാരായണന്റെ ഭാര്യയാണ്. 3 മക്കളുണ്ട്. അസുഖബാധിതയായതിനെ തുടർന്ന് 5 വർഷം മുമ്പാണ് നാട്ടിലേക്ക് മടങ്ങിയത്. സംസ്കാരം നാളെ ഉച്ചകഴിഞ്ഞ് കാഞ്ഞിരമറ്റത്തുള്ള വീട്ടുവളപ്പിൽ നടക്കും. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 139ാം വാർഷികത്തിന്റെ ഭാഗമായി വിപുലമായ പരിപാടി സംഘടിപ്പിച്ച് ഇൻകാസ്. ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പരിപാടിയിൽ 100 കണക്കിന് ആളുകൾ പങ്കെടുത്തു. ജയ് ഹിന്ദ് എന്ന പേരിൽ ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ കമ്മ്യൂണിറ്റി ഹാളിൽ ഒരു ദിവസം നീണ്ടുനിന്ന ആഘോഷ പരിപാടിയാണ് ഇൻകാസ് സംഘടിപ്പിച്ചത്. രാവിലെ നടന്ന പഠന ക്യാമ്പ് ഇൻകാസ് UAE വർക്കിംഗ് പ്രസിഡന്റ് TA രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസിന്റെ ചരിത്രവും ഇന്ത്യയുടെ വർത്തമാനവും എന്ന വിഷയത്തിൽ KPCC ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൌക്കത്ത് ക്ലാസ് എടുത്തു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ ആസ്പദമാക്കി വിനോദ് പട്ടുവും സംവിധാനം ചെയ്ത ഇൻകാസ് പ്രവർത്തകർ അഭിനയിച്ച സബർമതിയിലേക്ക് വീണ്ടും എന്ന ദൃശ്യാവിഷ്കാരവും കോൺഗ്രസ് ചരിത്രവും സ്വാതന്ത്ര്യ സമരവും ഉൾക്കൊള്ളുന്ന പ്രത്യേക ഡോക്യുമെന്ററിയുടെ പ്രദർശനവും പരിപാടിയിൽ നടന്നു. വൈകിട്ട് നടന്ന സാംസ്കാരിക സമ്മേളനം KPCC ജനറൽ സെക്രട്ടറി MM നസീർ ഉദ്ഘാടനം ചെയ്തു. കലാപരിപാടികൾക്കൊപ്പം കുട്ടികൾക്കായി പെൻസിൽ ഡ്രോയിങ്, കളറിംഗ്, പ്രസംഗം എന്നീ മത്സരങ്ങളും നടന്നു. 24 ദുബായ്. ഓൺലൈൻ തട്ടിപ്പുകൾ വ്യാപകമാവുന്ന പശ്ചാത്തലത്തിൽ സ്വകാര്യ വിവരങ്ങൾ വ്യക്തികൾ സമൂഹമാധ്യമത്തിൽ പങ്കുവെക്കുന്നതിനെതിരെ വീണ്ടും മുന്നറിയിപ്പുമായി ഖത്തർ സെൻട്രൽ ബാങ്ക്.
വ്യക്തിഗത വിവരങ്ങൾ വെളിപ്പെടുത്തുന്നതിൽ ജാഗ്രത പാലിക്കണം എന്നാണ് നിർദ്ദേശം. ഇത്തരം വിവരങ്ങൾ ഓൺലൈനിൽ പങ്കിടരുതെന്നും സ്വകാര്യത സംരക്ഷിക്കാൻ ഖത്തർ പ്രതിജ്ഞാബദ്ധമാണെന്നും സെൻട്രൽ ബാങ്ക് ഓർമ്മിപ്പിച്ചു. നിലമ്പൂർ DFO ഓഫീസ് ആക്രമണ കേസിൽ ജാമ്യം ലഭിച്ച PV അൻവർ MLA ജയിൽ മോചിതനായി. ജയിലിന് പുറത്ത് PV അൻവറിന് വൻ സ്വീകരണമാണ് DMK പ്രവർത്തകർ ഒരുക്കിയത്. പിണറായി ഭരണത്തെ താഴെയിറക്കാൻ ഇനിയുള്ള പോരാട്ടം UDFുമായി കൈകോർത്തായിരിക്കുമെന്ന രാഷ്ട്രീയ നിലപാടും അൻവർ പ്രഖ്യാപിച്ചു. ഇതിനായി വ്യക്തിപരമായി എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാണെന്നും PV അൻവർ പറഞ്ഞു. പിന്തുണച്ച UDF നേതാക്കൾക്ക് അൻവർ നന്ദി പറഞ്ഞു. UDFിന്റെ നേതാക്കന്മാരായ പാണക്കാട് തങ്ങളും ഈ പറയുന്ന കുഞ്ഞാലിക്കുട്ടി സാഹിബും, കോൺഗ്രസ് നേതാക്കളായ K. സുധാകരൻ, രമേശ് ചെന്നിത്തല, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് VD സതീശൻ തുടങ്ങി മുഴുവൻ ആളുകളും ഈ ഒരു വിഷയത്തിൽ ധാർമ്മിക പിന്തുണ നൽകി എന്നത് തന്നെയാണ് ഈ വിഷയത്തിൽ എനിക്ക് ആശ്വാസകരമായിട്ടുള്ളത്. ഞാൻ ഒറ്റയാൾ പോരാട്ടമാണ് ഇതുവരെ നടത്തി വന്നത്. ഈ വേറിട്ട ഒറ്റയാൾ പോരാട്ടം മാറ്റി നിർത്തിക്കൊണ്ട് പിണറായിയുടെ ഈ പറയുന്ന ദുർഭരണം, ഈ പറയുന്ന ഭരണകൂട ഭീകരത, ഈ പറയുന്ന ന്യൂനപക്ഷ വെറുപ്പും ന്യൂനപക്ഷങ്ങളെ തകർക്കാനുള്ള ഗൂഢാലോചനയും, ഇതിനെതിരെ UDFുമായി കൈകോർത്തുകൊണ്ട് ഒറ്റക്കെട്ടായി നിന്ന് ഈ പിണറായി സത്തെ ഭരണത്തിൽ നിന്ന് താഴെ ഇറക്കാനുള്ള പോരാട്ടത്തിനായിരിക്കും ഇനി എൻ്റെ പിന്തുണ. കർഷക സംഘങ്ങൾ, സ്വതന്ത്രമായ ഇഷ്ടംപോലെ കർഷക സംഘങ്ങളുണ്ട്. അവരും UDF ലീഡർഷിപ്പുമായി ആലോചിച്ച് ഒരു കൈകോർത്തിട്ടുള്ള പോരാട്ടത്തിനാണ്. ഇനി ഒറ്റാൾ പോരാട്ടമല്ല, കാരണം ഇനി കൂടിയുള്ള പോരാട്ടമാണ്. അത് എന്ത് കോംപ്രമൈസും വ്യക്തിപരമായിട്ട് ഞാൻ ചെയ്യും. പ്രതിഷേധം ഭരണഘടനാപരമായ അവകാശമാണെന്ന് PV അൻവർ MLAക്ക് ജാമ്യം അനുവദിച്ച നിലമ്പൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി വ്യക്തമാക്കി. DFO ഓഫീസ് ആക്രമിക്കാൻ MLA ആഹ്വാനം ചെയ്തതിന് തെളിവില്ല എന്നും കോടതി ചൂണ്ടിക്കാട്ടി. കസ്റ്റഡിയിൽ വേണമെന്ന പോലീസിന്റെ ആവശ്യം നിരാകരിച്ചുകൊണ്ടാണ് PV അൻവറിന് കോടതി ജാമ്യം അനുവദിച്ചത്. 20 മണിക്കൂർ നീണ്ട ജയിൽവാസത്തിനു ശേഷം PV അൻവറിന് മോചനം. ശക്തമായ വാദപ്രതിവാദമാണ് നിലമ്പൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നടന്നത്. PV അൻവറിന്റെ നേതൃത്വത്തിൽ 40 പേർ വന്ന് പൊതുമുതൽ നശിപ്പിച്ചു. സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയവരാണ് പ്രതികൾ. ഇതെങ്ങനെ എത്തിയെന്ന് അന്വേഷിക്കണം തുടങ്ങിയ കാര്യങ്ങളാണ് പ്രോസിക്യൂഷൻ പ്രധാനമായും ബാധിച്ചത്. PV അൻവറിനെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണമെന്നും പോലീസ് ആവശ്യപ്പെട്ടു. എന്നാൽ പോലീസിന്റെ ആവശ്യം കോടതി നിരാകരിച്ചു. ഉച്ചയ്ക്ക് 12:47 4 പേരെ കസ്റ്റഡിയിലെടുത്തു. എന്നാൽ 4:45 പുറത്തിറങ്ങിയ FIRൽ അവരുടെ പേരില്ല. ഭരണമുന്നണിക്ക് അൻവറിനോട് എതിർപ്പുണ്ടെന്നും അൻവറിന്റെ അഭിഭാഷകൻ വാദിച്ചു. അറസ്റ്റ് നിർബന്ധമാക്കുന്ന എന്ത് സാഹചര്യമാണുള്ളതെന്നും ഇതുപോലെ അറസ്റ്റ് നടക്കുകയാണെങ്കിൽ കേരളത്തിൽ പൊതുപ്രവർത്തനം സാധിക്കില്ലെന്നും വാദം. 12 മണി മുതൽ കസ്റ്റഡിയിലുള്ളവരുടെ പേരുകൾ എന്തുകൊണ്ട് FIRൽ ഇല്ലെന്ന് കോടതി ചോദിച്ചു. കൂടാതെ സംസ്ഥാനത്തെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് പ്രതിഷേധത്തിൽ വന്നുകൂടാ എന്നുണ്ടോ എന്നും ചോദ്യം. വൈകിട്ട് 5 മണിയോടെ ജാമ്യം അനുവദിച്ച് ഉത്തരവായി. കോടതി ഇന്ന് പുറപ്പെടുവിച്ച ഓർഡറിൽ ആദ്യത്തെ ഓർഡർ ആ കസ്റ്റഡി ആപ്ലിക്കേഷൻ തള്ളിക്കളയാണ് ചെയ്തത്. അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല എന്നാണ് ബഹുമാനപ്പെട്ട കോടതിയുടെ ആദ്യത്തെ ഫൈൻഡിംഗ്. നീതി ലഭിച്ചുവെന്ന് DMK പ്രവർത്തകർ. ജാമ്യം ലഭിച്ച PV അൻവർ 1.5 വിട്ട ബുധനാഴ്ച അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാകണം. 35,000 രൂപ കെട്ടിവെക്കണം. 50,000 രൂപയുടെ 2 ആൾ ജാമ്യം. ഇതാണ് വ്യവസ്ഥ. 24 മലപ്പുറം. PV അൻവറിന്റെ അറസ്റ്റിനെ ന്യായീകരിച്ച് വനമന്ത്രി AK ശശീന്ദ്രൻ. DMKയുടെ നേതൃത്വത്തിൽ അക്രമം നടത്തിയതിനാണ് PV അൻവർ MLA അറസ്റ്റ് ചെയ്തതെന്ന് മന്ത്രി AK ശശീന്ദ്രൻ 24നോട് പറഞ്ഞു. PV അൻവറിന്റെ ജാഥയ്ക്ക് ആളില്ലാത്തതിനാൽ അത് അവസാനിപ്പിക്കാൻ കണ്ടെത്തിയ മാർഗമാണ് DFO പ്രതിഷേധമെന്ന് CPIM മലപ്പുറം ജില്ലാ സെക്രട്ടറി VP അനിൽ ആരോപിച്ചു. പൊതുമുതൽ നശിപ്പിക്കുന്നതിനെതിരെ അതിശക്തമായ നിയമമാണ് ഇന്ന് രാജ്യത്ത് നിലവിലുള്ളത്. ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് സ്വാഭാവികമായ നിയമാനുസൃതമായ നടപടി സ്വീകരിക്കുക മാത്രമാണ് ശ്രമിച്ചിട്ടുള്ളത്. അതിൻ്റെ പുറകിൽ ആരുടെയെങ്കിലും പ്രത്യേകമായ കൈകടത്തലോ ഇടപെടലോ നിർദ്ദേശമോ ഗൂഢാലോചനയോ ഉണ്ടായിട്ടില്ല. അങ്ങനെ ആരോപിക്കുന്നത് സ്വന്തം തെറ്റുകൾ മൂടിവെക്കാനും അദ്ദേഹത്തിൻ്റെ തെറ്റായ പ്രവർത്തനങ്ങളുടെ ഉത്തരവാദിത്വം മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നതിനുള്ള ഒരു ബാലിശമായ ശ്രമം മാത്രമേ പൊതുസമൂഹം അത് കാണുന്നുള്ളൂ. ഇതിൽ ഒരു ഗൂഢാലോചനയും പ്രശ്നമില്ല. ഒരു സർക്കാർ ഓഫീസ്, DFO ഓഫീസ്, അവധി ദിവസത്തിൽ പൂട്ടിക്കിടക്കുന്ന ഒരു സർക്കാർ ഓഫീസ് ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായി അടിച്ച് പൊളിച്ച് നശിപ്പിക്കുകയാണ്. അതിനൊരു MLA നേതൃത്വം നൽകുകയാണ്. ഈ തരത്തിലുള്ള പ്രവണതകൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നാട്ടിൽ അരാജകത്വം ഉണ്ടാവും.
യാതൊരു വിധത്തിലുള്ള നിയമവാഴ്ചയും ഇല്ലാത്ത സ്ഥിതിവിശേഷം വരുമല്ലോ. ഇവിടെ നിയമപരമായ നടപടികൾ മാത്രമാണ് ഇതിൻ്റെ ഭാഗമായിട്ട് നടന്നിട്ടുള്ളത്. അദ്ദേഹം ഒരു ജാഥ നയിച്ചിരുന്നു. അതിൽ ആളില്ലാത്ത സ്ഥിതിയുണ്ട്. അത് ഏതെങ്കിലും രൂപത്തിൽ അവസാനിപ്പിക്കണം. ആ അവസാനിപ്പിക്കുന്നതിന് അദ്ദേഹം കണ്ടെത്തിയിട്ടുള്ളൊരു മാർഗമാണിത്. ജനങ്ങൾക്ക് മാതൃകയാവേണ്ടതല്ലേ എം.എൽ.എ. കോൺഗ്രസിനെ വെട്ടിലാക്കി വയനാട് DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യാക്കുറിപ്പ്. കോൺഗ്രസിനായി പ്രവർത്തിച്ച് ജീവിതം തുലച്ചുവെന്നും നിയമനങ്ങൾക്കായി IC ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ പണം വാങ്ങിയെന്നും കത്തിലുണ്ട്. ഏത് അന്വേഷണത്തെയും നേരിടാൻ തയ്യാറാണെന്ന് IC ബാലകൃഷ്ണൻ MLA പ്രതികരിച്ചു. അതിനിടെ MLA രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് DYFI പ്രതിഷേധവുമായി രംഗത്തെത്തി. നിയമന തട്ടിപ്പിൽ കോൺഗ്രസ് നേതാക്കൾ പണം പങ്കുവച്ചു. ബത്തേരി MLA IC ബാലകൃഷ്ണന്റെയും DCC പ്രസിഡന്റ് ND അപ്പച്ചന്റെയും പേരുകൾ കത്തിലുണ്ട്. കോൺഗ്രസ് നേതാക്കൾ നിയമനം വാഗ്ദാനം ചെയ്ത് കോടികൾ കോഴ വാങ്ങിയതിന്റെ ഇടനില നിന്നാണ് കടബാധ്യതയുണ്ടായത്. IC ബാലകൃഷ്ണന്റെ താൽപര്യപ്രകാരം ബാങ്കിൽ മറ്റൊരാളെ നിയമിക്കാൻ വേണ്ടി മകനെ ജോലിയിൽ നിന്ന് പുറത്താക്കി. എല്ലാം KPCC നേതൃത്വത്തിന്റെ അറിവോടെയാണ്. അരനൂറ്റാണ്ടുകാലം പാർട്ടിക്ക് വേണ്ടി ജീവിതം തുലച്ചെന്നും NM വിജയൻ 6 പേജുള്ള ആത്മഹത്യാക്കുറിപ്പിൽ എഴുതി ചേർത്തു. ആത്മഹത്യയിൽ പാർട്ടിക്ക് പങ്കുണ്ടെന്ന് NM വിജയന്റെ മകൻ 24നോട് പറഞ്ഞു. പ്രധാനമായിട്ട് പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇത്രയും പൈസ എൻ്റെ കാര്യമൊന്നും എനിക്കറിയില്ലായിരുന്നു. അത് ഈ കത്ത് കണ്ടപ്പം ഉള്ള അറിവ് മാത്രമേ എനിക്കുള്ളൂ. പാർട്ടിയായിട്ട് ബന്ധപ്പെട്ടുള്ള ഇതിൻ്റെ കാര്യം ഇത്രയും വന്നതിൻ്റെ കാരണം പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് തന്നെയാണ് പറഞ്ഞേക്കുന്നത്. K. സുധാകരൻ, VD സതീശൻ, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, മകൻ വിജേഷ് എന്നിവർക്കായി 5 കത്തുകളാണ് NM വിജയൻ എഴുതിയത്. സതീശനും K. സുധാകരനും കത്ത് നേരിട്ട് കൈമാറിയിട്ടും മറുപടി ഉണ്ടായില്ലെന്ന് കുടുംബം. 4 കത്താണുള്ളത്. ഒന്ന് VD സതീശൻ, സുധാകരൻ, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി. ഈ 4 പേരും അച്ഛൻ മരിച്ച് 10 ദിവസത്തിനുള്ളിൽ 4ാമത്തെ ദിവസം ഇത് അയച്ചു കൊടുക്കാൻ പറയുന്നുണ്ട്. അയച്ചു കൊടുത്തതിന് ശേഷം 10 ദിവസം കഴിഞ്ഞിട്ടും അവരുടെ ഭാഗത്തുനിന്ന് ഒരു റെസ്പോണ്ടും ഉണ്ടായിട്ടില്ല എങ്കിൽ 10ാമത്തെ ദിവസം പോലീസ് മേധാവിക്കും അത് കഴിഞ്ഞിട്ട് മീഡിയേൻ്റെ മുന്നിലും പറയാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് ഞങ്ങൾ മീഡിയയ്ക്ക് മുന്നിലൊക്കെ ഇത് പറഞ്ഞത്. കത്ത് കണ്ടിട്ടില്ലെന്നും ഏത് അന്വേഷണത്തോടും സഹകരിക്കുമെന്ന് IC ബാലകൃഷ്ണൻ MLA. മാത്രമല്ല, കത്ത് പുറത്തു വന്നതായിട്ട് ഞാൻ ചാനലിൽ കൂടിയാണ് കാണുന്നതും കേൾക്കുന്നതും. ആ കത്ത് ഞാൻ കണ്ടിട്ടില്ല. എന്നാൽ പരിശോധിക്കട്ടെ, എന്താണ് അതിൻ്റെ ഉള്ളിലുള്ള എനിക്കെതിരെയുള്ള പരാമർശം, അതെന്താണുള്ളത് കൃത്യമായി പരിശോധിക്കും. NM വിജയനുമായി ഒരു സാമ്പത്തിക ഇടപാട് ഉണ്ടായിട്ടില്ലെന്നും താൻ DCC പ്രസിഡന്റ് ആകുന്നതിന് മുമ്പുള്ള സംഭവങ്ങളാണിതെന്നുമായിരുന്നു DCC പ്രസിഡന്റ് ND അപ്പച്ചന്റെ പ്രതികരണം. 6 പേര് വെള്ളം എഴുതി വെക്കാം. ഞാനിത് വിജയമായിട്ട് ഇത്തരം സാമ്പത്തിക ഇടപാടിനെ സംബന്ധിച്ച് ഞങ്ങൾ തമ്മിൽ ഒരു ചർച്ച നടത്തേണ്ട ഘട്ടം ഉണ്ടായിട്ടില്ല, ആവശ്യമുണ്ടായിട്ടില്ല, എന്നോടൊട്ടത് പറഞ്ഞിട്ടുമില്ല. ഞാനിപ്പോൾ DCC പ്രസിഡന്റായി 2ാമത് വന്നിട്ട് 3 വർഷമായിട്ടുള്ളൂ. അതിനു മുമ്പ് നടന്ന സംഭവങ്ങളെ പറ്റി നിങ്ങളിപ്പോൾ ചോദിക്കുന്നത്. എനിക്കതിനെപ്പറ്റി അങ്ങനെ പറയാൻ പറ്റും മറുപടി. അതേസമയം ആരോപണ വിധേയനായ IC ബാലകൃഷ്ണൻ MLAയുടെ രാജി ആവശ്യപ്പെട്ട CPIM-ഉം DYFI-യും രംഗത്തെത്തി. വയനാട്. ഈ റിപ്പോർട്ടോടെ ഗൾഫ് ഫോക്കസ് പൂർത്തിയാവുകയാണ്.